3 വാക്കുകളാണ്. വാല്യൂ പ്ലസ് കൺസിസ്റ്റൻസി പ്ലസ് ഗ്രോത്ത്. ഈ 3 വാക്കുകളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ആദ്യം നമ്മൾക്ക് മനസ്സിലാക്കാം വാല്യൂ എന്നാൽ എന്താണെന്നുള്ളത്. അതായത് നമുക്കൊരു 10 ലക്ഷം രൂപ വേണം, 5 ലക്ഷം രൂപ വേണം, 50,000 രൂപ വേണം, 1 ലക്ഷം രൂപ വേണം. ഈ പണം നമ്മളിലേക്ക് എത്തപ്പെടാനായിട്ട് നമ്മളിൽ വാല്യൂ ഉണ്ടോ, നമ്മൾ അതിന് അർഹനാണോ എന്ന് നമ്മൾ ആദ്യം ചിന്തിക്കണം എന്നുള്ളതാണ്. എങ്ങനെയാണ് ഈ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുന്നത്? അതിന് നമ്മൾ അർഹനാണെന്ന് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമ്മളുടെ ഉള്ളിലുള്ള സ്കിൽ എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അതാണ് വാല്യൂ. വാല്യൂ ഈസ് ഈക്വൽ ടു സ്കിൽ. അതായത് നമ്മളിലുള്ള സ്കില്ല് എന്താണ്? പാട്ട് പാടാനായിട്ട് കഴിവുള്ളവരാണെങ്കിൽ ഒരു മ്യൂസിക് ടീച്ചർ ആവാം, പഠിപ്പിക്കാൻ കഴിവുള്ള ആളാണെങ്കിൽ ഒരു ടീച്ചറായി മാറാം, അല്ലേ? അതുപോലെ തന്നെ ഡോക്ടർ ആവാൻ കഴിവുള്ള ആളാണെങ്കിൽ ഒരു ഡോക്ടറായി മാറാം, തയ്ക്കാൻ കഴിവുള്ള ആളാണെങ്കിൽ ഒരു സ്റ്റിച്ചിങ് ചെയ്യുന്ന ആളായിട്ട് നമ്മൾക്ക് മാറാം, ഒരു തയ്യലിൻ്റെ ഒരു സ്റ്റിച്ചിങ് ഷോപ്പ് നമ്മൾക്കിടാം, അല്ലേ? അതുപോലെ ഒരു ലൈഫ് കോച്ച് ആകാൻ ആഗ്രഹമുള്ള ആളാണെങ്കിൽ ആ മേഖലയിലും വളർന്നു വരാനായിട്ടുള്ള വാല്യൂ നമ്മളിലുണ്ടെങ്കിൽ അതിൻ്റെ സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഈ സ്കിൽ ഡെവലപ്പ് ചെയ്യുമ്പോഴാണ് നമ്മളൊരു വാല്യുബിൾ പേഴ്സൺ ആകുന്നതും നമ്മളിലേക്ക് ആ ജോലി ചെയ്ത പണം കടന്നു വരുന്നതും. ഇപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തെ പോയിന്റാണ് കൺസിസ്റ്റൻസി എന്നുള്ളത്. നമ്മൾ ചെയ്യുന്ന കാര്യം ഇന്ന് ചെയ്തു, നാളെ ചെയ്യുന്നില്ല, മറ്റൊന്ന് ചെയ്യുന്നില്ല, പിന്നെ 10 ദിവസം കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെയല്ല, സ്ഥിരമായിട്ട് കൺസിസ്റ്റൻസി, സ്ഥിരതയോടുകൂടി വർക്ക് ചെയ്യണം എന്നുള്ളതാണ്. എന്ത് ജോബും ഹാർഡ് വർക്ക് ചെയ്യുക, സ്ഥിരതയോടുകൂടി ഹാർഡ് വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് സംഭവിക്കുന്നത്, ഗ്രോത്ത് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾക്ക് ചുറ്റും ഈ അറ്റ്മോസ്ഫിയറിൽ എല്ലാം ഉണ്ട്. നമ്മളത് കണ്ടുപിടിച്ചിട്ട്, നമ്മളുള്ള സ്കിൽ കണ്ടുപിടിച്ചിട്ട് അതിന് വാല്യൂ കൊടുത്തിട്ട് അത് സ്ഥിരതയോടുകൂടി ചെയ്തിട്ട് ഗ്രോത്തിലേക്ക് പോവുക എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും വാല്യൂ പ്ലസ് കൺസിസ്റ്റൻസി പ്ലസ് ഗ്രോത്ത് എന്നാൽ എന്താണെന്ന്. വീഡിയോ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. നല്ലൊരു വീഡിയോ ആണ് ഇത്. കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ്.